ദൈവതിരുനാമം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ന്യായവിസ്താര സമയത്ത് ദൈവത്തെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരെയും അതുപോലെ തന്നെ ദൈവ അനുഭവം കൂടുതലുള്ള ആൾക്കാരെയും കഠിനമായി ശിക്ഷിക്കും എന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തത് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. അതിങ്ങനെയായിരുന്നു: ലെറ്റ് നോട്ട് മെനി ഓഫ് യു ബിക്കം ടീച്ചേഴ്സ്, വി ഹു ടീച്ച് വിൽ ബി ജഡ്ജ്ഡ് വിത്ത് ഗ്രേറ്റർ സ്ട്രിക്ട്നെസ്. അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത്. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. അതിനകത്ത് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന്, ദൈവത്തെപ്പറ്റി കൂടുതൽ അറിവ്, ദൈവം നമ്മളുടെ ആരാണ്, നമ്മുടെ രക്ഷകനും മശിഹായുമാണ് എന്നുള്ള അറിവ് നമ്മൾ വേദഭാഗത്തിൽ കൂടി നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലായി. ആ നമ്മുടെ ഭൗതിക തലത്തിലുള്ള അറിവ് അത് കൂടുതൽ ലഭിച്ച ആൾക്കാരെ ദൈവം ആ രീതിയിലാണ് കണക്കാക്കുന്നതും അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യും. രണ്ടാമത്, ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തെ അനുഭവിച്ച ആൾക്കാർ, ദൈവത്തെ രുചിച്ചറിഞ്ഞ ആൾക്കാർ, അവരിൽ നിന്നും ദൈവം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ദൈവം കഠിനമായി, ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ കഠിനമായി ശിക്ഷിക്കും. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇനിയിപ്പോൾ യേശു തമ്പുരാൻ്റെ വാചകം തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി നമ്മൾ പോകുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യം മുതൽ പറയുന്നത് നമ്മളുടെ പള്ളിയിൽ പാടുന്ന ഗാനം, യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി തൻ. ആ ഭാഗം, ആ പാട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതലുള്ള വാചകത്തെ അധികരിച്ചാണുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന ഉടനെ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 47 മുതലുള്ള വാചകമാണ്. 47-48 നമുക്കൊന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ്: That slave who knew what his master wanted but did not prepare himself or do what was wanted will receive a severe beating. But the one who did not know and did what deserved a beating will receive a light beating. From everyone to whom much has been given, much will be required. And from the one to whom much has been entrusted, even more will be demanded. അതിൻ്റെ മലയാള പരിഭാഷ ഒന്ന് വായിക്കാം. ലൂക്കോസ് 12:47-48. തൻ്റെ യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിരുന്നിട്ടും അവൻ്റെ ഇഷ്ടാനുസരണം അവനായി ഒരുക്കം ചെയ്യാത്ത ദാസൻ വളരെയേറെ ശിക്ഷ അനുഭവിക്കും. അവൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടില്ലാത്തവൻ ശിക്ഷ അർഹമായത് ചെയ്തു പോയാലും അവൻ കുറച്ച് ശിക്ഷ അനുഭവിക്കും. എന്തെന്നാൽ അധികം നൽകപ്പെട്ടിട്ടുള്ളവനോട് അധികം ചോദിക്കപ്പെടും, അവർക്ക് അധികം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവരോട് അധികം ആവശ്യപ്പെടും എന്ന് പറഞ്ഞു. ഇത് യേശു തമ്പുരാൻ്റെ വാചകമാണ്. അധികം നൽകിയിട്ടുള്ളവരിൽ നിന്ന് അധികം ചോദിക്കപ്പെടും, പ്രതീക്ഷിക്കും. അതനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ യജമാനൻ തിരിച്ചു വരുമ്പോൾ അവർക്ക് ശിക്ഷ നൽകും. അപ്പം യേശുവിൻ്റെ 2-ാം വരവെങ്കിൽ ന്യായവിസ്താര സമയത്ത് ദൈവത്തെപ്പറ്റി കൂടുതൽ അറിവുള്ളവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കും. അത് യേശു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ കഠിനമായ ശിക്ഷ ലഭിക്കും. നേരത്തെ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വരുന്നത് മുൻപന്മാർ പിൻപിലും പിൻപന്മാർ മുൻപിലും ആകും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇത്. വീണ്ടും ഞാൻ അതിന് ഉദാഹരണം നൽകാം. പഴയ നിയമത്തിൽ മോശയെ നമുക്കെല്ലാവർക്കും അറിയാം. മോശെ അറിയപ്പെടുന്നത് തന്നെ ദൈവത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിലാണ്. ഫ്രണ്ട് ഓഫ് ദ ലോഡ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നുള്ള രീതിയിലാണ് മോശെ അറിയപ്പെടുന്നത്. കാര്യം മോശയുമായി യഹോവ വളരെയധികം സമയം ചെലവഴിച്ചു. 1-2 കാര്യങ്ങൾ നോക്കാം. മോശയുടെ ഇടയ്ക്ക് ആദ്യമേ ദൈവം സംസാരിക്കുന്നത് അറ്റ് ദ ബേണിംഗ് ബുഷ്, നേരിട്ട് ദൈവം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എരിയുന്ന മുള്ളുമരം. രണ്ടാമത് 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ ദൈവം നേരിട്ട് ദൈവത്തിൻ്റെ കരങ്ങളാൽ എഴുതി 10 കൽപ്പനകൾ അടങ്ങുന്ന 2 ടാബ്ലറ്റ്സ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അപ്പോൾ ദൈവവുമായിട്ട് ഡയറക്റ്റ് സംസർഗം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മോശ. മൂന്നാമത്
ട്രൈ ടു ഷോ ഹിം. മോശ ദൈവത്തിൻ്റെ അടുക്ക് പറഞ്ഞു, ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് കാണുവാൻ അവസരം തരണമെന്ന് പറയും. അപ്പോൾ ദൈവം പറയും, നീ എൻ്റെ മഹത്വം പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ നീ ജീവിച്ചിരിക്കില്ല. അപ്പോൾ അതുപോലെ മഹത്വമേറിയതാണ്. എന്നിരുന്നാലും ഞാൻ എൻ്റെ മഹത്വം നിന്നെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായി കാണിച്ചില്ല. ദൈവത്തിൻ്റെ പുറം ഭാഗം മാത്രമേ മോശയ്ക്ക് കാണാനായിട്ടുള്ള അവസരം കൊടുത്തുള്ളൂ. കാര്യം പൂർണ്ണമായി അത്രയ്ക്ക് പരിശുദ്ധനായി അത്രയ്ക്ക് ഗ്ലോറിയസ് ആയിട്ടുള്ള ആ മുഖം കാണുകയാണെങ്കിൽ മോശ ഇല്ലാതെയായി പോകും. പാപിയായിട്ടുള്ള മോശ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് മോശ നശിച്ചു പോകും. അതുകൊണ്ട് ദൈവം പൂർണ്ണമായിട്ടും കാണിച്ചില്ല. അപ്പോൾ മോശ ദൈവവുമായിട്ട് ഡയറക്റ്റ് എൻകൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മോശയും ദൈവവും ഒരുമിച്ച് പ്രവർത്തിച്ച സന്ദർഭങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യമായി ഈജിപ്തിൽ മിസ്രൈലിൽ അവിടെ പ്ലേഗ്സ് വന്നു, പകർച്ചവ്യാധികൾ വന്നു. അത് മോശ ഓരോ പ്രാവശ്യവും പ്ലേഗ് വരുന്നതിന് മുന്നേ ഫറവോൻ്റെ അടുത്ത് ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് സംസാരിക്കും. യഹോവ പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓരോ പ്ലേഗിൻ്റെ മുന്നിൽ പോയി സംസാരിക്കും, ഫറവോനുമായിട്ട് സംസാരിക്കുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം. രണ്ടാമത് പിച്ചള സർപ്പത്തെ ഉയർത്തുമ്പോൾ ദൈവം നേരിട്ട് പറഞ്ഞ് ഇൻസ്ട്രക്ട് ചെയ്തതനുസരിച്ചാണ് മോശ പിച്ചള സർപ്പത്തെ നിർമ്മിക്കുന്നതും ഉയർത്തുന്നതും. മൂന്നാമത് ചെങ്കടൽ മുറിച്ച് കടക്കുമ്പോൾ ആ സമയം ദൈവം പറഞ്ഞതനുസരിച്ചാണ് മോശ ചെയ്തത്. അപ്പം മോശയും ദൈവവുമായിട്ടുള്ള ആ സംസർഗം അത്രയ്ക്ക് ആഴമേറിയതായിരുന്നു. ദൈവത്തെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ മോശയിൽ നിന്ന് ദൈവം കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയുള്ള പെരുമാറ്റമാണ് പ്രതീക്ഷിച്ചത്. മോശ എവിടെയാണ് തെറ്റുപറ്റിയത്, എങ്ങനെയാണ് കനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിക്കാതെ പോയത് എന്നിനി നമുക്ക് നോക്കാം. അപ്പോൾ ഈ യഹൂദ ജനം കൂടെ 40 വർഷം സഞ്ചരിച്ചു. ആ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച സമയത്ത് ഇവർ പലപ്പോഴും മുറുമുറുക്കുകയും മറുതലിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ വെള്ളമില്ല, ദാഹിച്ചു വരഞ്ഞിരിക്കുന്ന സമയത്ത് മുറുമുറുത്തുകൊണ്ടിരുന്നു. മോശ ദൈവത്തിൻ്റെ അടുക്ക് പോയി സംസാരിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, തീക്കൽ പാറയുടെ അടുക്കെ സംസാരിക്കുവാനായിട്ട് പറഞ്ഞു. അതിനായിട്ട് കൽപ്പിച്ചാൽ മതി, വെള്ളം ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ പുറകിൽ ഈ മുറുമുറുത്ത് നിൽക്കുന്ന ജനങ്ങളുടെ ആ മുറുമുറുപ്പും അസ്വസ്ഥതയും കാരണം മോശയ്ക്ക് ദേഷ്യം വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് പാറയിൽ അടിച്ചു. അപ്പോൾ പറഞ്ഞ കാര്യം അതേപോലെ അനുസരിക്കാതിരുന്ന മോശയിൽ ദൈവം സംതൃപ്തനായില്ല, കോപിച്ചു. അപ്പം നമ്മുടെ ദൈവം ഒരു റൈച്ചസ് ആയിട്ടുള്ള ദൈവമാണ്. പറഞ്ഞതനുസരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം, അതേപോലെ നടപ്പാക്കേണ്ട കാര്യമാണ്. മോശ അത് ചെയ്തില്ല. അതിൻ്റെ ശിക്ഷയായിട്ടാണ് മോശയ്ക്ക് കനാൻ ദേശം കാണാനായിട്ടുള്ള അവസരം കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ കൂടുതൽ അറിയുന്ന ആൾക്കാരെ അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. നമ്മുടെ ജീവിത പങ്കാളിയാണെങ്കിലും മക്കളിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മളുടെ പ്രതീക്ഷകളും എക്സ്പെക്റ്റേഷൻസും ഒക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നതിനെയാണ് നമുക്ക് കൂടുതൽ ദേഷ്യം വരുന്നത്. അപ്പോൾ ദൈവവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളുടെ അടുക്കെ കരുണ തോന്നി ദൈവത്തെ കൂടുതൽ നമുക്ക് പേഴ്സണലായിട്ട് വെളിവാക്കി തരും. അങ്ങനെ വെളിവാക്കി തന്ന വ്യക്തികൾ ദൈവം പറയുന്നത് അതേപടി അനുസരിക്കുക എന്ന് നിർബന്ധമാണ്. അങ്ങനെ ചെയ്യാത്തവരെ ദൈവം കൂടുതൽ കർശനമായിട്ട് ജഡ്ജ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ അറിയാൻ വരാത്ത ആൾക്കാരെ കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാത്ത ആൾക്കാർ, ദൈവത്തെ നേരിട്ട് രുചിച്ചറിയാത്ത ആൾക്കാരെ ദൈവം എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഇതിന് നമ്മൾ യേശുക്രിസ്തു ക്രൂശിതനായി കിടക്കുമ്പോൾ വലതുഭാഗത്തെ കള്ളനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. വലതുഭാഗത്തെ കള്ളൻ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടു. അപ്പോൾ റോമൻ പടയാളികളെ പീഡിപ്പിക്കുന്നതും ജൂതന്മാർ കാർക്കിച്ച് തുപ്പുന്നതും എല്ലാം കണ്ടു. ജൂതന്മാരോടൊക്കെ പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ മശിഹയാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമെന്നൊക്കെ ആക്രോശിച്ചു, കളിയാക്കി. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നപ്പോൾ യേശുക്രിസ്തു പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരൊക്കെ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ വലതുഭാഗത്തെ കള്ളൻ
യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ മശിഹയാണെന്നും ഈ തൂങ്ങിക്കിടക്കുന്ന ഒരു ജൂതൻ തന്നെയായിരുന്നു. അവനും ഈ തോറായും എല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ് പറയുന്നത്? ഈ മശിഹയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പറയുന്നു, നീ രണ്ടാമത് വിജയശ്രീലാളിതനായി മഹത്വത്തോടെ വരുന്നവരനെ എന്നെയും ഓർത്ത് കൊള്ളണമേ എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ അവൻ്റെ പാപങ്ങളെല്ലാം മോചിച്ച് അവൻ്റെ അടുക്ക് പറയുന്നത്, നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലിരിക്കും എന്നുള്ള വാഗ്ദത്തമാണ് കൊടുക്കുന്നത്. അപ്പോൾ അധികം നേരമൊന്നും അറിയാൻ വരാഞ്ഞ ഒരു വ്യക്തി പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് ദൈവം മശിഹ ആണെന്ന് മനസ്സിലാക്കി ക്ഷമാപണം നടത്തുന്നവരനെ ഉടൻ തന്നെ പാപമോചനം നൽകി അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ വീണ്ടും മുൻപന്മാർ പിൻപിലും പിൻപന്മാർ മുൻപിലുമാകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ദൈവിക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒത്തിരിയധികം ദൈവത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു സമയമാണിത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള വിധി കർശനമായിരിക്കും, കഠിനമായിരിക്കും. നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കാണ് പോകുകയും നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള ആ വചനം. അതൊരിക്കലും നമുക്ക് കേൾക്കാൻ ഇടവരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.